സാറേ, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഇറാന്റെ കൊട്ടേഷൻ, അതായത് ഇറാനെ അവിടെ കയറി അറ്റാക്ക് ചെയ്തതിന് പകരം അവർ നേരത്തെ തന്നെ ഖൊമൈനി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്നുള്ളത്. അപ്പം നെതന്യാഹുവിനെ വധിക്കാൻ ഇസ്രായേൽ പൗരനെ തന്നെ അവര് ഏർപ്പെടുത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്കെതിരെ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. അയാൾ തുർക്കിക്കാരനാണ്, തുർക്കിയിലാണ് അയാളുടെ ബിസിനസ് ഒക്കെ. ഇസ്രായേൽ പൗരനാണെങ്കിൽ തുർക്കിയിലാണ് ബിസിനസ്. അപ്പോൾ നെതന്യാഹുവിനെയും അവിടുത്തെ പ്രതിരോധ മന്ത്രിയെയും വധിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾക്ക് കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ അതാണ്, ഇറാൻ കൊടുത്ത കൊട്ടേഷൻ. അപ്പോൾ ഇറാനെ നമ്മളങ്ങനെ നിസാരക്കാരാക്കി പല ചർച്ചയിലും നമ്മൾ ഇറാനെ രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്ന്, ആള് മൊസാദാണ്, അവരിങ്ങനെ ഒരു ഓറ സൃഷ്ടിച്ചിട്ട് അനുകൂലമായിട്ട് തരംഗണ്ടാക്കാൻ അവർ ശ്രമിക്കും. ഇറാൻ ഞങ്ങൾക്കെതിരെ ഈ രീതിയിൽ കളിക്കുന്നുണ്ട്, ഭാവിയിലൊരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഇറാൻ അതിനെ നടത്തണമെങ്കിൽ അതിന് കാരണം കണ്ടെത്താൻ ഓൾറെഡി ഒരു കാരണമുണ്ട്, രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാൻ അണുബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ടെക്നോളജി മേടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ റഷ്യ ആണെങ്കിൽ അത്യാവശ്യം ഇത്തരം കാര്യങ്ങൾ ലിബറലാണ്, പണ്ട് നമുക്ക് തന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. റഷ്യ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ലിബറലാണ്. റഷ്യയാണ് നോർത്ത് കൊറിയക്ക് കൊടുത്ത്, റഷ്യയാണ് ചൈനയ്ക്ക് കൊടുത്തത്. നോർത്ത് കൊറിയ പാകിസ്ഥാന് കിട്ടിയത് വേറെ ചോയ്സിലാണ്. എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ നോർത്ത് കൊറിയ, പാകിസ്ഥാന് മിസൈൽ ടെക്നോളജി നോർത്ത് കൊറിയ കൊടുത്തു, പാകിസ്ഥാൻ ഇവർക്ക് കൊടുത്തു. പാകിസ്ഥാൻ ഇത് ഫ്രാൻസിൽ നിന്ന് MQ ഗാൻ പോയി അടിച്ചെടുത്തു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. പാകിസ്ഥാൻ എന്നിട്ട് അത് ലിബിയക്ക് കൈമാറുന്ന സമയത്താണ് അവിടെ കലാപുണ്ടായി, ഗദ്ദാഫി കൊലയപ്പെട്ടത്. ഇറാഖ് ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഓപ്പറേഷൻ നടത്തി ഇറാൻ ശരിക്കും എന്ത് ചെയ്തു, അത് പിന്നെ ഇറാനല്ല, ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ഓപ്പറ എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ ബോംബിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് സ്ഥിതി. അപ്പം ഈ പറയുന്ന പോലെ ഒരു കാരണം ഈ പറയുന്ന ആറ്റം ബോംബ് ഉണ്ടാകാൻ ശ്രമിക്കുന്നത്, രണ്ട് ഹിസ്ബുള്ള നേതാക്കളൊക്കെ പണി തീർന്നുണ്ട്. പ്രധാനപ്പെട്ട ആ കൊല ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത്, ആ കൊലപാതകങ്ങൾ അത് നേതാക്കന്മാർ മാത്രമേ, പാവങ്ങൾ കൊല ചെയ്യപ്പെട്ടില്ല. സാധാരണ ഒരു നേതാവിനൊക്കെ കൊല്ലാന്ന് ബോംബിടുന്ന സമയത്ത്, കാർപ്പറ്റ് ബോംബൊക്കെ ഇടുമ്പോൾ ഒരുപാട് പാവങ്ങൾ അതിനോട് മരിക്കും, ഒരുപാട് കാഷ്വാലിറ്റി, നാശനഷ്ടങ്ങൾ. ഇതതില്ല. ഇപ്പൊ ഇസ്രായേൽ പരമാവധി മറ്റുള്ളവരെ, നിരപരാധികളെ കൊന്ന് ചീത്തപ്പിക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അതൊരു ഹമാസിന്റെ നേതാവിനെ കൊന്നത് ഇങ്ങനെ ഒരു മിസൈല്, അത് സ്ഫോടക വസ്തു ഇല്ല, അതിന്റെ പിന്നെ തലപ്പത്ത് ഒരു കറങ്ങുന്ന 3-4 വാളുണ്ട്, നമ്മള് ഫാൻ്റെ ലീഫ് പോലെ. ഇത് കൃത്യമായിട്ട് പോയിട്ട് അയാളെ ഒറ്റക്കാക്കല്. അപ്പൊ സ്ഫോടകം ഒന്നുമില്ല. വേറെ ആർക്കൊന്നും പറ്റിയില്ല, അയാൾ കൃത്യമായി മരിച്ചു, അയാളെ മാത്രം എയിം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതാണ്, നിരപരാധികൾ കൊലയപ്പെട്ടില്ല, ടാർഗറ്റഡ് അറ്റാക്ക്. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ, അറബ് DNA കൃത്യമായി കണ്ടുപിടിച്ച് കൊല്ലുന്ന സാധനം അവർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം കൂടി വേണമല്ലോ, ഇമ്മീഡിയറ്റ് കാരണം. ഞങ്ങളുടെ നേതാവിനെ, പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെ കൊല്ലാൻ നോക്കുന്നു, കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു അടി അടിക്കാമല്ലോ. അതിനുവേണ്ടി ചിലപ്പോൾ അവർ ചെയ്തായിരിക്കും, അതൊരു കാരണമായി ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി. ലോകത്ത് ആദ്യമായി പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി മിക്കവാറും ഇസ്രായേലാണ്. അമേരിക്ക പിന്നെ തുടങ്ങിയത്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചൊക്കെ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് അവർ പറഞ്ഞു. അതായത് മുൻകൂട്ടി അവർക്ക് പിന്നെ മാരക ശിശുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി ഇസ്രായേലിനെയൊക്കെ അവർ ആക്രമിക്കും. അതിൽ വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി കണ്ടടിച്ചു, അതായത് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. അത് നമ്മളെ ജോർജ് ബുഷ് ജൂനിയറിന് വളരെ ഇഷ്ടപ്പെട്ട വേർഡാണ്. ഇത് ആദ്യം കൊണ്ടുവന്ന ഇസ്രായേലാണ്. ഇസ്രായേല് പല സമയത്തും ഇറാഖ് ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഫൈറ്റർ വലിയ ആയുധ ശേഖരണം ഇറാൻ ഉണ്ടായ സമയത്ത്, ഈജിപ്റ്റ് ഉണ്ടായ സമയത്ത് 7th Day വാർ തുടങ്ങി അവിടെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഇസ്രായേലിന് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു വാക്കാണ് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. ഇത് ചിലപ്പോൾ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഉണ്ടാക്കാനുള്ള വേറൊരു രീതിയായിരിക്കാം. ഇതൊരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി, ഇറാന് നേരിട്ട് ഇവരെ നേരിടാൻ പറ്റില്ല. നേരിട്ട് നേരിടാൻ, അതായത് ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് കളിക്കുന്നത്. നേരിട്ട് യുദ്ധം നടത്തിയാൽ അത് ആത്മഹത്യാപരമായി. അപ്പൊ അതിന്റെ ഭാഗമായി. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു ഇസ്രായേലിന്റെ നേതാവിനെ കൊന്നാൽ, ഇപ്പൊ ഇന്ത്യയിലെ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിനെ കൊന്നിട്ട് ഈ കൊല്ലിപ്പിച്ച ആളുകളെ മാത്രമേ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. കൊന്ന ആളുകളെ മാത്രം. കൊല്ലിപ്പിച്ച ആരും അതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇവിടെ ആർക്കും താല്പര്യമില്ല, കണ്ടെത്താനും താല്പര്യമില്ല. ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ ഞാൻ അടുത്ത എവിടെ കേട്ടത്, നിങ്ങളെ അങ്ങനെ തന്നെ തോന്നുന്നു, നിങ്ങളെയാണല്ലോ വേറെ എവിടെ കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, രാംജൻ മലാരി ഉണ്ടല്ലോ, അത് തന്നെ അയാൾ തന്നെ
രാം ജെഠ്മലാനി. അയാൾ തന്നെ, അയാൾ ഈ കേസ് ബാധിച്ചിരുന്നു. നിങ്ങൾ TG മോഹൻദാസ് തന്നെ പറഞ്ഞു. അപ്പം ആ സമയത്ത് ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ പറ്റി ഈ ഒരു പരാമർശം വന്നു ഈ ഇന്ദിരാഗാന്ധിന്റെ പദമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കോടതി എന്ന് പറഞ്ഞാലും അതേപറ്റി മിണ്ടണ്ടാവും. അപ്പൊ അല്ല, ഇയാള് മാത്യു സാമുവല്ല, TG അല്ല, മാത്യു സാമുവല്ല. അപ്പം അത് ശരിയായിരിക്കും, നീ അങ്ങോട്ട് പോകണ്ടെന്ന്. പക്ഷെ ഇസ്രായേൽ അതല്ല. ഇസ്രായേൽ അല്ല കൊല്ലിച്ചെങ്കിൽ അവർ കണ്ടെത്തും, തിരിച്ചു പണി കൊടുക്കും. അപ്പൊ അത് ഇറാൻ അറിയാം. ആ പണി ഇറാനോട്ട് താങ്ങാനും പറ്റില്ല. അതറിയാം. പക്ഷേ ഇത് ഇങ്ങനെ ഇവർ കുറ്റപത്രം നൽകി എന്ന് പറയുന്നു. ഇത് തുർക്കിയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരനാണെന്ന് പറയുന്നു. 2024 ആദ്യഘട്ട ചർച്ച നടത്തി, അവിടുത്തെ സിറിയയിൽ 2ാം ഘട്ട ചർച്ച സിറിയയിൽ നടത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഇയാളെ പ്രധാനമന്ത്രിയുടെ റൂട്ടുകൾ, അതുപോലെ തന്നെ മൊസാദിൻ്റെ ഇസ്രായേൽ എംബസിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക. രണ്ടാമത് മൊസാദിൻ്റെ ഇരട്ടച്ചാരനായിട്ട് പണിയെടുക്കുക. ഒരേ സമയം മൊസാദിൻ്റെ ചാരനാകുന്നു, ഇപ്പുറത്ത് ഇറാൻ്റെ ചാരനാകുന്നു. ഇങ്ങനെ ഇരട്ടച്ചാരന്മാരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇയാൾക്ക് ഇത്തരം ഡ്യൂട്ടികളും കൂടെ കൊടുക്കുകയാണ് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഇസ്രായേൽ. അല്ല, ഇത്തരം ഒരുപാട് ആളുകൾ ഇസ്രായേലിനെ ഇരട്ടച്ചാരന്മാർ, അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരട്ടച്ചാരന്മാരാക്കും. അത് ഇത്തിരി കുറച്ച് ഇൻഫർമേഷൻ അവിടെ കൊടു, എന്നിട്ട് അവരെ വിശ്വാസം നേടിയെടുക്കും. നീ കുറച്ച് ഇൻഫർമേഷൻ ഇങ്ങോട്ടടിക്കുക. 4ാം ലോകമഹായുദ്ധത്തിലൊക്കെ ഉണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഇരട്ടച്ചാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളതിലുണ്ട്. ഓയിൽ ഉണ്ടല്ലോ, അവിടെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അവന്മാർ വിശ്വാസമുള്ള ആളുകളാണ്. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവന്മാരെ ഇൻഫർമേഷൻ കിട്ടാൻ എളുപ്പമാണ്. അതൊക്കെ ചെയ്യും. ഇത് പക്ഷേ ഇറാനാന്നുള്ള എനിക്കത് തോന്നുന്നില്ല. ഇറാൻ അങ്ങനെയാണ് ഇറാൻ നേരിട്ടടിക്കുന്നത് നല്ലത്. ഈ നെതന്യാഹുവിനെ കൊന്നു കഴിഞ്ഞാൽ ഇറാനാണ് അതിന്റെ പിന്നിലെങ്കിൽ നിൽക്കുവോ സാധനം? നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു ആവേശത്തിന്റെ പുറത്ത് ആവേശത്തിന്റെ പുറത്തൊന്നും നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ നരേന്ദ്രമോദി ഏറ്റവും വലിയ ആവേശക്കാരനാണ്. അങ്ങനെ എന്തിനാ എന്താ വയസ്സാൻ പോയി അറ്റാക്ക് ചെയ്യാത്തത്? അത്യാവശ്യം ഒരു ഗത്യന്തരമില്ലാ സമയത്തല്ലേ അറ്റാക്ക് ചെയ്തത്. അങ്ങനെ എന്ത് ബംഗ്ലാദേശിൽ മടിച്ചു നിൽക്കുന്നത്? ഇതേ അടിച്ചുകൂടെ? അടിച്ച ബംഗ്ലാദേശ് ഒന്ന്. കാരണം അതേ ഭയങ്കര പ്രത്യാഘാതം ഭീകരമായിരിക്കും. യുവമാരല്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നമുക്കെതിരാവും. ഈ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ കാൽക്കുലേറ്റഡ് ആണ്. അവര് ഈ ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. അതുകൊണ്ടല്ലേ ട്രംപിന് ആളുകൾക്ക് പേടി. ട്രംപ് എന്ത് ചെയ്ത് കളയും? ഇതൊന്നും നോട്ടല്ല. നരേന്ദ്രമോദി ഒന്നും അങ്ങനല്ല. മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്തേ ചെയ്യുള്ളൂ. നിങ്ങൾ വിചാരിക്കും പോലല്ലേ. അങ്ങനെ വെറുതെ ഒരു അങ്ങനെ ആയിട്ട് വിചാരിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ ആളുകളെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഒരു തവണ ട്രംപിനെ കൊണ്ടുവന്ന് അവർക്ക് അബദ്ധം പറ്റിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ട്രംപ് വരാതിരിക്കാൻ വേണ്ടി എല്ലാ കളിയും അവർ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എനിക്കത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. കാരണം സാമാന്യ ബുദ്ധിയുള്ള ആരുമാര് ചൊറയില്ല. മാത്രമല്ല, എന്നാലും നെതന്യാഹു അയാളെ മോനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നിട്ട് കരഞ്ഞു വിളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവിടെ വായിച്ചാ നെതന്യാഹു എന്റെ മോനെ കൊല്ലാൻ നടക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. എവിടെ വായിച്ചു. അതിന്റെ മക്കളെയൊക്കെ ടാർഗറ്റ് ചെയ്യും. അപ്പൊ മക്കളെ ടാർഗറ്റ് അത്ര ഇമ്പാക്ട് ഉണ്ടാവില്ല. പക്ഷെ അതുപോലല്ല ഒരു സെർവിങ് പെർസെന്റിനെയൊക്കെ പ്രധാനമന്ത്രിയൊക്കെ കൊന്നുകളഞ്ഞാണ്ടല്ലോ. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയാണ് 8ന്റെ പണി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അത് അവിടെ പലസ്തീനിലോ ഇറാനിൽ മാത്രമേ ഒതുങ്ങിയിരിക്കുകയില്ല. അത് അമ്മാതിരി അവതൊന്നും അവർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവരാ പരമാവധി ഹിസ്ബുള്ളിനെ വിട്ടിട്ടുള്ള കളി, ആ കളി അതാണ് ഇപ്പം നിന്നിട്ടുണ്ട്. ഇറാൻ അധികം കഴിയാതെ ഒരു കോംപ്രമൈസിന്റെ ബാധയിലൂടെ പോകും. അതല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ ഗൊമൈനിനെ എടുത്ത് തോട്ടിലിടും. ഇതിലേതോ ഒന്ന് ഇറാന് സംഭവിക്കും. കാരണം ഇറാനിൽ അടിമുടി മൊസാദ് ഉണ്ട് ഇപ്പോൾ. അതവർക്ക് തന്നെ അറിയാം. ഇപ്പം ഇറാനെ മാത്രമല്ല, ഈ അറബി മുസ്ലിങ്ങളായാലും ഇവർക്ക് ഇറാന് ഭയങ്കര പ്രശ്നങ്ങളുള്ളതാണ്. കലാകാലം ഇറാനെ വേട്ടാടിക്കൊണ്ടിരുന്ന ആളുകളാണ്. അവർക്ക് ഈ അറബി മുസ്ലിങ്ങളെടുത്ത് അലയിലാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇറാൻ ഈ അബദ്ധം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാണ് ഇറാനിലൊരു ക്ലീനപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മിക്കവാറും മൊസാദിൻ്റെ പണി തന്നെയായിരിക്കും. നമ്മൾ ഇത്തരം ഭാഗത്തെ ഉണ്ടാക്കും വെള്ളം തൊടാതെ വീങ്ങുന്നത്. ഇത് തിരിച്ചങ്ങോട്ട് ചോദിക്കണം, ഹൗ, വാട്ട്, വൈ. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരവായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.